നമസ്കാരം. ഓരോ ദിവസവും വിമാനയാത്രയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം വിമാനയാത്രക്കാരുടെ ആശങ്കകൾ കൂടിയതുകൊണ്ടാണ് വിമാനവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേഷനുകൾക്കും വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വാർത്തകൾക്കൊക്കെ വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം ആരും കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ നമ്മളറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓരോ ചെറിയ വാർത്തകൾക്കും അതിൻ്റേതായ വലിയ പ്രാധാന്യം ഓരോ ആളുകളും നൽകുന്നത് അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം ആ അപകടത്തിൻ്റെ കൃത്യമായ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വരാത്തത് കൊണ്ടാണ്. ഏകദേശം 3 മാസത്തോളം എടുക്കും അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് പരിശോധിച്ച് വ്യോമയാന മന്ത്രാലയം അന്തിമമായിട്ട് ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ജനങ്ങളോടോ അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്ത് ഒരു റിപ്പോർട്ടായിട്ടോ വെക്കാൻ എന്നാണ് വ്യോമയാന സഹമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ഓരോ വാർത്തകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് ദില്ലിയിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം മണിക്കൂറുകളോളം വൈകി എന്നൊരു വാർത്ത വരാൻ കാരണം ആ വിമാനം പറത്തേണ്ടിയിരുന്ന പൈലറ്റിന് വിമാനം ടേക്ക് ഓഫിന് തൊട്ട് മുൻപേ ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയും വിമാനം റൺവേയിൽ നിന്ന് വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് സഹ പൈലറ്റ് കൊണ്ട് നിർത്തുകയും ചെയ്തൊരു സംഭവമാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിന് ചികിത്സ നൽകുകയും പിന്നീട് അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ് എന്ന് എയർ ഇന്ത്യ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വിമാനം ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോകുമ്പോൾ അതിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നില്ല. ഇന്നലെ പുലർച്ചെയാണ് സംഭവം നടന്നത്. ബംഗളൂരുവിൽ നിന്നും ദില്ലിയിലേക്ക് പോകേണ്ടിയിരുന്ന A12414 ഇതാണ് എയർ ഇന്ത്യയുടെ വിമാനം. ഈ വിമാനം രാവിലെ യാത്രക്കാരെല്ലാം കയറ്റി പൈലറ്റും ക്യാബിൻ ക്രൂ അംഗങ്ങളും എല്ലാം കയറി വിമാനം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. റൺവേയിലേക്ക് പോകുന്നു. കുറച്ച് ദൂരം റൺവേയിലൂടെ സഞ്ചരിച്ച ശേഷം വിമാനം വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നു. യാത്രക്കാർക്ക് ഇതെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ വിവരം ലഭിച്ചില്ല. ഉടനെ തന്നെ മെഡിക്കൽ എമർജൻസി പറയുകയാണ് ഉണ്ടായത്. മെഡിക്കൽ എമർജൻസി പറയുകയും ഡോക്ടർമാരും നഴ്സുമാരും ഈ വിമാനത്തിനകത്തേക്ക് വളരെ പെട്ടെന്ന് വരികയും ഇദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിൽ മാത്രമാണ് അതിൽ യാത്ര ചെയ്ത ആളുകൾക്ക് പൈലറ്റിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതാണ് ഈ വിമാനം വീണ്ടും പഴയ പൊസിഷനിലേക്ക്, അതായത് യാത്ര തുടരാതെ പഴയ പൊസിഷനിലേക്ക് മാറ്റിയത് എന്ന് മനസ്സിലാകുന്നത്. വിമാനം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം വേറൊരു പൈലറ്റാണ് ഈ വിമാനം പറത്തി ദില്ലിയിലേക്ക് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന 99% ആളുകളും ഇപ്പോൾ ഭയത്തോടു കൂടിയാണ് വിമാനയാത്ര നടത്തുന്നത് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിനകത്തേക്ക് കയറിയാൽ ഇതൊന്ന് താഴെ ഇറങ്ങിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പല ആളുകളും. കാരണം വിമാനയാത്ര വളരെ സുരക്ഷിതമായി വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ഒരു യാത്രയായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം അതിൻ്റെ ഭീകരത നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടതിന് ശേഷം നമുക്കെല്ലാവരും ഒരു പാനിക്കായിട്ടാണ് നമ്മൾ വിമാനയാത്രയെ കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ വിമാന അപകടങ്ങൾ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിൽ നിന്നും വാർത്തകളായിട്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അഹമ്മദാബാദ് വിമാന അപകടം ലൈവായിട്ട് നമ്മളുടെ മുന്നിൽ കാണുകയാണ്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അഹമ്മദാബാദ് വിമാന അപകടത്തോളം അത്രയും ഭീകരമായ വേറെ വിമാന അപകടം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഏകദേശം 100-300ഓളം ആളുകൾ അപകടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിമാന അപകടം നമുക്ക് മുന്നിൽ നടന്നതിൻ്റെ തൊട്ടു പിന്നാലെ നമ്മളെല്ലാവരും, അതിൽ വിമാന യാത്ര ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അതിൽ യാത്ര ചെയ്യാത്ത ആളുകളായിക്കോട്ടെ, ഇനി അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ആളുകളും ആയിക്കോട്ടെ, അവരെല്ലാവരും ഒരു പാനിക്കാവുന്ന അന്തരീക്ഷത്തിലാണ് വന്നത്. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള യാത്രകൾക്കെല്ലാം ആളുകൾ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൈയൊഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. എയർ ഇന്ത്യയുടെ ബുക്കിംഗ് 20% ആണ് കഴിഞ്ഞ ഈ അപകടത്തിന് ശേഷം കുറവ് വന്നത് എന്നതൊരു വസ്തുതയാണ്. 20% ആളുകൾ എയർ ഇന്ത്യയെ കൈയൊഴിഞ്ഞു. അത്രയും മറ്റ് വിമാനങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങി എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും
ടാറ്റയ്ക്കും എയർ ഇന്ത്യയ്ക്കും അത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നതാണ് വസ്തുത. ആളുകൾ കൈയൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിമാനയാത്ര അവരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഗമമായിരിക്കില്ല. വിമാനയാത്രയ്ക്ക് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും. മറ്റ് ഗ്രൗണ്ട് സ്റ്റാഫ്, അതിലുള്ള ക്യാബിൻ ക്രൂ അംഗങ്ങൾ, പൈലറ്റ്, വിമാനയാത്രയുടെ അതുമായി ബന്ധപ്പെട്ട് വിമാനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മറ്റാളുകൾ, ഇവരുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി, അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, അവരുടെ എല്ലാം അലവൻസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് എല്ലാം കൂടെ ഒരുപക്ഷെ എയർ ഇന്ത്യക്ക് ടാറ്റയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എയർ ഇന്ത്യയുടെ വിമാനയാത്ര മുഴുവൻ താറുമാറാകാനുള്ള സാധ്യതയുണ്ട്. വിദൂര ഭാവിയിൽ അങ്ങനെ ഒരു കാര്യം കണ്ടുകൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്നത് ടാറ്റ തിരിച്ച് ഏറ്റെടുത്തതിന് ശേഷം എയർ ഇന്ത്യ വളരെ നല്ല രീതിയിലാണ് സർവീസ് നടത്തിയിരുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും പറയുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം വരുന്ന ഓരോ ദൃശ്യങ്ങളുണ്ട്. വിമാനത്തിൽ മഴ പെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം വീഴുക എത്ര ഗുരുതരമായ ഒരു അനാസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് വിമാനത്തിനകത്തുള്ള ക്യാബിൻ ക്രൂ അംഗങ്ങൾ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയിട്ട് അത് അടച്ചു വെക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. വിമാനത്തിനകത്ത് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. വൈദ്യുതി ബന്ധം താറുമാറാകാനുള്ള സാധ്യത അവിടെ തള്ളിക്കളയാനാവില്ല. ഏതെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റോ കത്താതെ വരുമ്പോൾ അത് ഹാങ്ങറിലേക്ക് മാറ്റിയിട്ട് മുഴുവൻ ചെക്ക് ചെയ്യേണ്ട സാഹചര്യം ആണുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചെക്കിങ് അല്ലെങ്കിൽ ഒരു സർവീസിങ്, മെയിൻ്റനൻസ് സർവീസ് ഈ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യില്ല. ഓരോ വിമാനത്തിലും യാത്ര ചെയ്യുന്ന ആളുകൾ ഈ വിമാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടാകുമോ, ഈ വിമാനം നമ്മൾ പറഞ്ഞ സമയത്ത് അവിടെ എത്തുമോ എന്ന ഭയത്തോടു കൂടി വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ആളുകളും എന്തെങ്കിലും ചെറിയ ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അത് പുറം ലോകത്തെ അറിയിക്കാൻ തയ്യാറാകുന്നതും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സർവീസ് നടത്തിയതിൽ നിന്നും വലിയ വെല്ലുവിളിയാണ് അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷമുള്ള ഇപ്പോഴത്തെ സർവീസ്. കാരണം എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഓരോ ആളുകളും വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. വിമാനത്തിൽ യാത്ര ചെയ്തതിന് ശേഷം അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവിടുത്തെ അന്തരീക്ഷം സുഖകരമല്ലാത്ത രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പുറത്തറിയിക്കുക, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തറിയിക്കുക. അത് എയർ ഇന്ത്യയെ പോലുള്ള ഒരു വലിയ സ്ഥാപനത്തിന് നാണക്കേടായി മാറുക. ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അഹമ്മദാബാദ് വിമാന അപകടം നടക്കുന്നതിന് മുമ്പേ ആ വിമാനത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ആ വിമാനത്തിൽ വൈദ്യുതി ബന്ധത്തിന് ചില തകരാറുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വിമാന അപകടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ്. പക്ഷേ ആ വിമാനത്തിൽ അത്തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിനും വൈദ്യുതി ബന്ധത്തിനുമൊക്കെ തകരാറുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് പരിഹരിച്ച് യാത്ര കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവസ്ഥ. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ബന്ധം താറുമാറായതാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ കാരണം എന്ന രീതിയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. പക്ഷേ ഇതിൽ അന്തിമമായ റിപ്പോർട്ട് വരുന്ന ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുവരെയും എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഓരോ വാർത്തകളും, ഓരോ ചെറിയ വാർത്തകളും, ചെറിയ സംഭവങ്ങൾ പോലും എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ല വിമാനയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തകളാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ